സ്വാഗതം ടോപ് 10ലേക്ക്. വയനാട് കള്ളാടി ദുരന്തം മനുഷ്യനിർമ്മിതമാണ് എന്നതിൽ ആർക്കും സംശയമില്ല. പക്ഷേ അത് ആരുടെ തലയിൽ കെട്ടിവെക്കണമെന്നതിൽ ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിൽ തികഞ്ഞ വാക്പോരാണ്. മതിയായ വിദഗ്ധ പഠനങ്ങളൊന്നും നടത്താതെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശങ്ങളടക്കം തള്ളി ധൃതിപ്പെട്ട് നടത്തിയ ഉദ്ഘാടന മഹാമഹത്തിന്റെ അടക്കം പേരിൽ ഭരണപക്ഷം മുൻ സർക്കാരിനെ, അതായത് പിണറായി സർക്കാരിനെ ചൂണ്ടുമുനയിൽ നിർത്തുമ്പോൾ മഴ മുന്നറിയിപ്പ് നൽകാത്തതും മണ്ണ് മാറ്റാത്തതും ദുരന്തമുണ്ടാക്കിയെന്ന് ആരോപിക്കുന്നു പ്രതിപക്ഷ നേതാവ്. യഥാർത്ഥ ദുരന്ത കാരണമെന്ത്, ആര് ഉത്തരവാദി എന്നതിൽ വ്യക്തത ആരാഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് വരാം. ആദ്യം തലക്കെട്ടുകൾ. വയനാട് കള്ളാടി ദുരന്തത്തിൽ മരണം 6 ഇന്ന് 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. 2 പേർക്കായി തിരച്ചിൽ തുടരുന്നു. മുൻകരുതലെടുത്തില്ലെന്നും ഗുരുതര വീഴ്ചയെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ദുരന്തത്തിൽ സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. സർക്കാർ നാളെ റിപ്പോർട്ട് സമർപ്പിക്കും. മഴക്കെടുതിയിൽ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ക്ലോക്ക് ടവർ തകർന്നു. യാത്രക്കാർ ഇല്ലാതിരുന്നതിനാൽ ഒഴിവായത് വൻ അപകടം. ട്രെയിനുകൾ വൈകിയോടുന്നു. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മലപ്പുറം കോഴിക്കോട് അതിർത്തി ഗ്രാമത്തിന് ഭീഷണിയാകുന്ന ക്വാറിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി ചാലിയാർ ഗ്രാമപഞ്ചായത്ത്. നടപടി അമൃത വാർത്തകൾക്ക് പിന്നാലെ. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിവാദത്തിൽ CPM-ൽ ഭിന്നത. പിണറായി വിജയനും MV ഗോവിന്ദനും ഉയർത്തുന്ന അഴിമതി ആരോപണത്തെ പിന്തുണയ്ക്കാതെ EP ജയരാജൻ. അദാനിയുടെ വിശദീകരണം വ്യക്തമെന്നും ആരോപണം ഉന്നയിക്കാനില്ലെന്നും EP. വിവാദ കരാറിലെ പാർട്ടി നിലപാട് EPയും അംഗീകരിച്ചതെന്ന് VN വാസവൻ. ദിവ്യ S അയ്യരെ മാറ്റിയതിൽ KK രാഗേഷിന്റെ ആരോപണം തള്ളി EPയും KK ശൈലജയും. സർക്കാർ അഭിഭാഷക നിയമനത്തിന് ഹൈക്കോടതിയുടെ തിരുത്തൽ. സർക്കാരിന്റെ കരട് സർക്കുലർ തിരുത്തി. സെഷൻസ് കോടതിയിൽ അഭിഭാഷകരെ നിയമിക്കുമ്പോൾ പ്രാഗൽഭ്യം നോക്കണം. സെഷൻസ് ജഡ്ജിന്റെ അഭിപ്രായം കൂടി പരിഗണിക്കണമെന്നും കോടതി. PSC പരീക്ഷാ തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിറക്കി ആഭ്യന്തര വകുപ്പ്. IG അജിത ബീഗം, SP സക്കറിയ മാത്യു, DYSP അജയ് നാഥ് എന്നിവർ പ്രത്യേക അന്വേഷണ സംഘത്തിൽ. PSC ആഭ്യന്തര വിജിലൻസ് അന്വേഷണം തുടങ്ങി. അട്ടിമറി നടന്നതായി സംശയിക്കുന്നുവെന്ന് പരാതിക്കാരന്റെ മൊഴി. PSC ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. കൊറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ ഹൈക്കോടതി ഇടപെടൽ. തൊഴിൽ വകുപ്പിന് ഇടപെടാനാകില്ലെന്ന കമ്പനിയുടെ വാദം തള്ളി. നാളത്തെ ചർച്ചയിൽ പങ്കെടുക്കാൻ നിർദ്ദേശം. കമ്പനിയിലേക്ക് CITU മാർച്ച്. എല്ലാ IT സ്ഥാപനങ്ങളിലും തൊഴിലാളികളെ സംരക്ഷിക്കാൻ CITU സംഘടന രൂപീകരിക്കുമെന്ന് V ശിവൻകുട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിൽ വ്യാപാര, പ്രതിരോധ, സാമ്പത്തിക സഹകരണം ശക്തമാക്കുക ലക്ഷ്യം. ഓസ്ട്രേലിയയുമായി നിർണായക വ്യാപാര കരാർ ഒപ്പുവെച്ച് ഇന്ത്യ. ആണവ പദ്ധതിക്കായി ഓസ്ട്രേലിയ കൈമാറുന്ന യുറേനിയം ഇന്ത്യയുടെ ഊർജ്ജ ലക്ഷ്യങ്ങൾക്ക് പുതിയ വഴിത്തിരിവാകുമെന്ന് നരേന്ദ്രമോദി. ഫിഫ ലോകകപ്പിൽ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. ഫ്രാൻസ് മൊറോക്കോ മത്സരം രാത്രി 1:30. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖംനേയിയുടെ കബറടക്ക ചടങ്ങുകൾ തുടരുന്നു. 6 ദിവസത്തെ വിലാപയാത്രയിൽ ആദരാഞ്ജലി അർപ്പിച്ചത് ദശലക്ഷക്കണക്കിന് ആളുകൾ. ഇറാനിൽ വീണ്ടും കനത്ത ആക്രമണവുമായി അമേരിക്ക. അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിൽ വ്യോമാക്രമണം കടുപ്പിച്ച ഇറാനും. സ്റ്റോറി ഓഫ് ദി ഡേ: തനിനാടൻ ചുടുചായ. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ ഇന്നും ദുഃഖത്തിൻ്റെ വാർത്ത തന്നെയാണ്. മരണം ഇപ്പോൾ 6 ആയിരിക്കുന്നു. ജീവൻ ആരിലും അവശേഷിക്കുന്നില്ല. 3 പേരുടെ മൃതദേഹം കൂടിയാണ് ഇന്നിപ്പോൾ കണ്ടെത്തിയത്. 2 പേർക്കായി തിരച്ചിൽ തുടരുക തന്നെയാണ്. കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ മഴ തുടരുന്നത് ഈ തിരച്ചിലിന് വലിയ രീതിയിൽ തിരിച്ചടിയാണ്.
ഇന്ന് സോൺ 3 നടത്തിയ തിരച്ചിലിൽ 3 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. എഞ്ചിനീയർ ഹിമാചൽ പ്രദേശ് സ്വദേശി രാഹുൽ ശർമ്മ, എക്സ്കവേറ്റർ ഓപ്പറേറ്ററായ ബീഹാർ സ്വദേശി മുഹമ്മദ് ഇമ്രാൻ, സർവേയറായ ഉത്തർപ്രദേശ് സ്വദേശി അസറുദ്ദീൻ അൻസാരി എന്നീ 3 പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി എംബാമിങ്ങിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. പിന്നീട് മൃതദേഹങ്ങൾ അതത് സംസ്ഥാനങ്ങളിലേക്ക് അയക്കും. മണ്ണിടിച്ചിലിൽ ഇതുവരെ 6 പേരുടെ മൃതദേഹങ്ങളാണ് ലഭിച്ചത്. കനത്ത മഴയും കോടമഞ്ഞും തിരച്ചിൽ ദുഷ്കരമാക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കള്ളാടിയിലെ ദുരന്ത ഭൂമിയിലെത്തി. ഈ പദ്ധതിയുടെ ഭാഗമായി നീക്കിയ മണ്ണിൽ നല്ല ഭാഗം അവിടെ ഒരു കൂനിയായി കിടക്കുന്നുണ്ട്. ആ മണ്ണ് ആകെ ഒലിച്ചു പോയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അതവിടെ ബാക്കിയാവില്ലല്ലോ. നല്ലതുപോലെ അവിടെ കൂനിയായി കിടക്കുന്നുണ്ട്. സുരക്ഷിതമായ സമയത്ത് തുരങ്കപാതയ്ക്ക് സമീപമുള്ള മൺകൂനകൾ മാറ്റുമെന്ന് മന്ത്രി T സിദ്ദിഖ് പറഞ്ഞു. മഴ പെയ്യുമ്പോൾ മണ്ണ് മാറ്റാൻ പറ്റില്ലെന്നും മന്ത്രി അറിയിച്ചു. എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് എന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ദുരന്ത കാരണമറിയാൻ അന്വേഷണ റിപ്പോർട്ട് വരട്ടെയെന്നും മന്ത്രി. ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ കരാർ കമ്പനി പറയുന്നതിൽ അവ്യക്തതയുണ്ടെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. മണ്ണ് മാറ്റാൻ കമ്പനിയോട് പലതവണ ആവശ്യപ്പെട്ടതാണെന്നും മന്ത്രി PK ബഷീർ പറഞ്ഞു. ചൂരൽമല പ്രദേശത്തേക്ക് പോകുന്നവർക്ക് യാത്രാ പ്രശ്നം ഉണ്ടാകില്ല. ആവശ്യത്തിനുള്ള മരുന്ന്, ഡോക്ടർ, നഴ്സ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ചൂരൽമലക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. മഴ തുടരുകയാണെങ്കിൽ റേഷൻ അനുവദിക്കാൻ ജില്ലാ കലക്ടർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതേസമയം മണ്ണിടിച്ചിലിൽ അകപ്പെട്ടവരെ തിരയുന്നത് തുടരും. അമൃത ന്യൂസ്, വയനാട്. ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കുമെന്നതാണ് പ്രധാന ചോദ്യം. വയനാട്ടിലെ മഴ മുന്നറിയിപ്പ് അവഗണിച്ചുവെന്നും തയ്യാറെടുപ്പുകളൊന്നും നടത്തിയില്ല എന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്ന് ആരോപണമുന്നയിക്കുന്നു. ഇത് ഗുരുതര വീഴ്ചയാണ്. അതിതീവ്ര മഴയുണ്ടായിട്ടും അപകട മുന്നറിയിപ്പ് നൽകിയില്ല എന്നും പിണറായി വിജയൻ ആരോപിച്ചു. ഈ പദ്ധതിയുടെ ഭാഗമായി നീക്കിയ മണ്ണിൽ നല്ല ഭാഗം അവിടെ ഒരു കൂനിയായി കിടക്കുന്നുണ്ട്. അപ്പോ ആ മണ്ണ് ആകെ ഒലിച്ചു പോയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അതവിടെ ബാക്കിയാവില്ലല്ലോ. നല്ലതുപോലെ അവിടെ കൂനിയായി കിടക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പമുള്ള ഒരു ഭാഗം മണ്ണും മേലെ നിന്ന് വന്ന വെള്ളവും മണ്ണും അതിനോട് ചേർന്നുള്ള എല്ലാം കൂടിയാണ് ഒഴുകിയെത്തിയത്. അതിൻ്റെ കൂടെ ഈ നീക്കിയിട്ട മണ്ണും കൂടി ചേർന്നപ്പോൾ നല്ല ശക്തിയിലൊരു ഒഴുക്കായി എന്താണ് അവിടെ ക്യാമ്പിൽ ഞങ്ങൾ പോയിരുന്നു. ക്യാമ്പിൽ കണ്ട എല്ലാവരെയും കണ്ടു. അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു കാര്യം, അവർ നേരെ വന്നതാണല്ലോ, സ്ത്രീകളും മറ്റും ഉണ്ട്. അപ്പൊ അവർക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ട് എന്നുള്ളത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, വയനാട് കള്ളാടി ദുരന്തത്തിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുന്നു. മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽ കോടതി സ്വമേധയാ എടുത്ത കേസ് നാളെ പരിഗണിക്കാനിരിക്കെയാണ് റിപ്പോർട്ട് തേടിയത്. സർക്കാർ നാളെ റിപ്പോർട്ട് സമർപ്പിക്കും. അമിക്കസ് ക്യൂറിയോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും മുൻകൂട്ടി അറിഞ്ഞ് ജീവനുകൾ രക്ഷിക്കാനുള്ള ഗവേഷണം തുടരുകയാണ് അമൃത വിശ്വവിദ്യാപീഠം. അമൃത വികസിപ്പിച്ച ലാൻഡ് സ്ലൈഡ് ഏർലി വാർണിംഗ് സിസ്റ്റമാണ് മുന്നറിയിപ്പ് നൽകുന്നത്. ഈ സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി പരീക്ഷിച്ച് വിജയിച്ചത് മൂന്നാറിലാണ്. ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ ചുരൽമല മുണ്ടക്കൈ പ്രദേശം അമൃത സർവകലാശാലയിൽ നിന്നുള്ള വിദഗ്ധർ സന്ദർശിച്ചിരുന്നു. വയനാട്ടിലെ ദുരന്തബാധ മേഖലകളിൽ സൗജന്യമായി ഈ സംവിധാനം സ്ഥാപിക്കാൻ അമൃത സർവകലാശാല അനുമതി തേടി. പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ അനുമതി നൽകിക്കൊണ്ട് ഇടതുമുന്നണി സർക്കാർ നടപടി സ്വീകരിക്കുകയും ചെയ്തു. സാങ്കേതിക നിബന്ധനകളെ ചൊല്ലിയുള്ള ചർച്ചകൾ നീണ്ടുപോയതാണ് ഈ പദ്ധതി യഥാസമയം നടപ്പിലാക്കുന്നതിന് തടസ്സമായത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പലതവണ അമൃത വാർത്തകൾ നൽകിയിരുന്നു. ഏറ്റവും അവസാനമായി കഴിഞ്ഞ ജൂലൈയിൽ നൽകിയ റിപ്പോർട്ടിലേക്ക് ഒരിക്കൽ കൂടി. അമൃത വിശ്വവിദ്യാപീഠം 2006
മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് നൽകുന്നതിനായുള്ള പദ്ധതി ആരംഭിച്ചത്. 2009 മുതൽ പദ്ധതി പൂർണ്ണമായും പ്രവർത്തന സജ്ജമായി. മണ്ണിനടിയിൽ സ്ഥാപിച്ചിരിക്കുന്ന സെൻസറുകളിൽ നിന്നുള്ള ഡാറ്റ വളരെ വേഗത്തിൽ അപഗ്രഥിച്ചാണ് മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് നൽകുന്നത്. അമൃത വിശ്വവിദ്യാപീഠം പ്രോവോസ്റ്റ് ഡോക്ടർ മനീഷ വി രമേശിന്റെ നേതൃത്വത്തിൽ 15ഓളം അംഗങ്ങളാണ് അമൃതപുരി കേന്ദ്രീകരിച്ച് ഇതിനായി പ്രവർത്തിക്കുന്നത്. അതിനുള്ള എല്ലാ ഫണ്ടും തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയത് ആശ്രമമാണ്. ആശ്രമത്തിൽ നിന്ന് ഉള്ള ഫണ്ടും അമൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഫണ്ടോട് കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോയത്. 2006 സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഏകദേശം 2009 മൊത്തം പ്രോജക്റ്റ് ഡിപ്ലോയ് ചെയ്തത്. 2009 എല്ലാ സെൻസേഴ്സും ഏകദേശം 21 മീറ്ററോളം അടിയിലായിട്ട് പല പല ലെയറിലായിട്ടാണ് നമ്മൾ സെൻസേഴ്സ് ഇട്ടേക്കുന്നത്. അത് അവിടുന്ന് ആ സെൻസേഴ്സിൽ നിന്ന് തരംഗങ്ങൾ ഡേറ്റ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എടുക്കും. റിയൽ ടൈമിൽ നമുക്ക് ഡേറ്റ കിട്ടുന്നുണ്ട്. ഈ ഡേറ്റ എടുത്തിട്ട് നമ്മൾ AI മോഡൽസ് വെച്ചിട്ട് ആണ് അതിനെ പഠിച്ചിട്ട് അതനുസരിച്ച് നമ്മൾ ഇത് വരാൻ പോകുന്നോ ഇല്ലയോ എന്നുള്ള 7 തരം പാരാമീറ്ററുകൾ ഉപയോഗിച്ചാണ് നമ്മളത് നോക്കിയിട്ട് അതിന് കൊടുക്കുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സെക്രട്ടറിക്കാണ് ഉരുൾപൊട്ടൽ സാധ്യതയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അവർ അതനുസരിച്ചുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ച് ജനങ്ങൾക്ക് വേണ്ട സുരക്ഷയൊരുക്കും, നിർദ്ദേശങ്ങൾ നൽകും. കാലോചിതമായി പരിഷ്കരിച്ച സാങ്കേതിക വിദ്യകളാണ് അമൃത വിശ്വവിദ്യാപീഠം ഇതിനായി ഉപയോഗിക്കുന്നത്. 2009, 11, 13, 17, 18, 20, 21, 24, 25 എല്ലാ വർഷങ്ങളിലും നമ്മൾ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 24 അവിടുത്തെ സബ് കളക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ വാണിംഗ് കൊടുത്ത കാരണം ജനങ്ങളെ രക്ഷിക്കാൻ പറ്റിയെന്ന്. നമ്മുടെ വാണിങ്ങിന് ശേഷമാണ് ഏകദേശം 27ഓളം ലാൻഡ് സ്ലൈഡാണ് മൂന്നാറിലും സംഭവിച്ചത്. ഇതേ സമയമാണ് നമുക്ക് വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നത്. അവിടെ സെൻസറില്ല, ഇവിടെ സെൻസറുണ്ട്, വ്യത്യാസമുണ്ട്. കേരളത്തിന് പുറത്തും ഇപ്പോൾ സമാനമായ മുന്നറിയിപ്പ് സിസ്റ്റം വിപുലീകരിച്ചിട്ടുണ്ട്. 2018 ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മുന്നറിയിപ്പ് സംവിധാനത്തെ പരിചയപ്പെടുത്തിയിരുന്നു. നമുക്ക് ഇവിടെ കൂടാതെ നമ്മൾ സിക്കിമിൽ ചാന്ദ്മാരി ഗാംഗ്ടോക്കിൽ നമ്മളിതേ സെൻസർ സിസ്റ്റം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് കൂടാതെ ഇപ്പോൾ നമ്മൾ ഉത്തരാഖണ്ഡിലും മറ്റ് സ്ഥലങ്ങളായ കർണാടക, ഒഡീസ, ഹിമാചൽ പ്രദേശ് സ്ഥലങ്ങളിലും ഇടാനായിട്ടുള്ള അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഫിസിക്സ്, മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ്, ജിയോഗ്രഫി, ജിയോളജി, AI തുടങ്ങി നിരവധി വിഷയങ്ങളിൽ പരിചയസമ്പന്നരായ വ്യക്തികളാണ് ഈ സംവിധാനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഓരോ വർഷവും വയർലെസ് സെൻസർ നെറ്റ്വർക്ക് വാർണിംഗ് സിസ്റ്റം കൂടുതൽ കാര്യക്ഷമമാക്കിയാണ് അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ മുന്നറിയിപ്പ് സംവിധാനം പ്രവർത്തിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. മഴ ശക്തമായി തുടരുമ്പോൾ മഴക്കെടുതിയും രൂക്ഷമാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ക്ലോക്ക് ടവർ തകർന്നു വീണു. 3ാം പ്ലാറ്റ്ഫോമിലേക്കാണ് 150 വർഷം പഴക്കമുള്ള ക്ലോക്ക് ടവർ തകർന്നു വീണത്. അപകട സമയത്ത് പ്ലാറ്റ്ഫോമിൽ ആളുകളില്ലാത്തതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. അപകടത്തെ തുടർന്ന് ഇതുവഴിയുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടുവെങ്കിലും പിന്നീട് പുനഃസ്ഥാപിച്ചു. രാവിലെ 11:10 സംഭവം. കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ പ്ലാറ്റ്ഫോമിലുള്ളപ്പോഴാണ് അപകടം. ഉച്ചയ്ക്ക് 2:05 പുറപ്പെടേണ്ടിയിരുന്നായിരുന്നു ഈ ട്രെയിൻ. അപകടം നടക്കുന്ന സമയത്ത് യാത്രക്കാർ ഇവിടെ ഇല്ലാതിരുന്നതാണ് ദുരന്തം ഒഴിവായത്. ഇവിടെ ഉണ്ടായിരുന്ന ചില ജീവനക്കാർ ഓടി മാറുകയും ചെയ്തു. റൂമിൽ ഒച്ച കേട്ടപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഓടിക്കുക. 2 പുറത്തായിരുന്നു, ഒരാൾ ഉള്ളിലുണ്ടായിരുന്നു. ഓൾറെഡി ഇതിനൊരു അപകട സാധ്യത ഉണ്ടെന്ന് അറിയിച്ചിരുന്നോ? ഇല്ല, ആരും അറിയിച്ചില്ലല്ലോ. അങ്ങനെ ഒരു അപകടം പ്രതീക്ഷിക്കുന്നുമില്ലല്ലോ. ക്ലോക്ക് ടവറിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതായാണ് വിവരം. 150 വർഷത്തോളം പഴക്കമുള്ളതാണ് കെട്ടിടം. ക്ലോക്ക് ടവർ തകർന്ന് വീണേക്കാമെന്ന മുന്നറിയിപ്പുകൾ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചതായാണ് വിവരം. സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിവരുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ ഒരു മുന്നറിയിപ്പും ഇവിടെ മറ്റു തൊഴിലാളികൾക്കും ലഭിച്ചിരുന്നില്ല. അറിയിപ്പ് ഇതുവരെ ഞങ്ങൾ ലഭിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ബിൽഡിങ്ങിന്റെ അവസ്ഥ ശോചനീയമായിരുന്നു. ഞങ്ങൾ ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് പുറകിൽ നിന്ന് പൂട്ടി വരുമ്പോഴാണ് ഈ സൗണ്ട് കേട്ടത്. ഒന്നായിട്ട് പുക മൂടി കിടക്കുകയായിരുന്നു. സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് MLA-മാരായ കെ ജയന്തും ഫൈസൽ ബാബുവും ആവശ്യപ്പെട്ടു. ഇന്ന് രാവിലെ പൊളിക്കാൻ വെച്ച ഒരിടത്ത് ഇങ്ങനെ ട്രെയിൻ നിർത്തുക എന്ന് പറയുന്നത്, ഇതൊക്കെ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകേണ്ട കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. കോഴിക്കോട്ടെ ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ മുഴുവൻ ഇവിടെ നിന്ന് സസ്പെൻഷൻ കൊടുത്ത് വളരെ പെട്ടെന്ന് ഇവിടുന്ന് ടെർമിനേറ്റ് ചെയ്യണം. അപകടത്തിന് പിന്നാലെ 1 മുതൽ 3 വരെയുള്ള പ്ലാറ്റ്ഫോമുകളോടുള്ള ട്രെയിൻ ഗതാഗതം പൂർണ്ണമായി നിർത്തിവെച്ചു. കോഴിക്കോട്ടേക്കുള്ള ട്രെയിനുകൾ കല്ലായി വരെയാക്കി. മറ്റു ട്രെയിനുകൾ വെസ്റ്റിയിൽ നിന്നും പുറപ്പെടാൻ സൗകര്യമൊരുക്കി. ഇവിടെ എത്താൻ റെയിൽവേ സ്റ്റേഷനിൽ KSRTC സർവീസ് ഏർപ്പെടുത്തി. ക്ലോക്ക് ടവറിന്റെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ കൂടി ഇന്ന് പൊളിച്ചു മാറ്റാൻ നടപടി തുടങ്ങിയിട്ടുണ്ട്. 150 വർഷം പഴക്കമുള്ള ക്ലോക്ക് ടവറാണ് ഇന്നിവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണിരിക്കുന്നത്. ഇത്രയും വർഷം പഴക്കമുള്ള ഈ ടവർ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായും പൊളിച്ചു നീക്കാൻ എന്താണ് അമാന്തം കാണിച്ചതെന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. ക്യാമറമാൻ KP ഷൈജിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്.
മലപ്പുറം കോഴിക്കോട് അതിർത്തി ഗ്രാമത്തിന് ഭീഷണിയാകുന്ന ക്വാറിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി ചാലിയാർ ഗ്രാമപഞ്ചായത്ത്. കക്കാടംപൊയിൽ പ്രദേശത്തെ ക്വാറിയിലെ കൂറ്റൻ മൺകൂന ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. അമൃത വാർത്തകൾക്ക് പിന്നാലെയാണ് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിച്ചത്. ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് മേലേമങ്ങാട് പ്രദേശത്തെ ക്വാറിയിലെ മൺകൂന ഭീഷണിയായിരുന്ന കുടുംബങ്ങളെ തേടി ആശ്വാസ വാർത്തയെത്തുന്നത്. പുള്ളിപ്പാടം വില്ലേജ് ഓഫീസറും ചാലിയാർ പഞ്ചായത്ത് അധികൃതരും നേരിട്ടെത്തി ക്വാറിയിൽ പരിശോധന നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് അടിയന്തര സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ക്വാറിയിലെ കൂറ്റൻ മൺകൂന ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണെന്നും ഇത് താഴെയുള്ള നിരവധി കുടുംബങ്ങളുടെ ജീവന് ഭീഷണിയാണെന്നും കാണിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിച്ചു. സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് അപകട ഭീഷണിയിലായിരുന്ന വീട്ടുകാരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ് നൽകിയ വാർത്തയ്ക്ക് പിന്നാലെയാണ് ചാലിയാർ ഗ്രാമപഞ്ചായത്തിന്റെ നടപടി. അമൃത ന്യൂസ് കോഴിക്കോട്. തൃശൂർ പീച്ചി പൊടിപ്പാറയിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നു. വീട്ടുകാർ ഇല്ലാത്തതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. പൊടിപ്പാറ ആതുകുഴിയിൽ ഷിജുവിന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. ഇന്നലെ പെയ്ത കനത്ത മഴയിൽ ചാഞ്ഞ മരം നേരെ വീടിന്റെ മേൽക്കൂരയിലേക്ക് പതിക്കുകയായിരുന്നു. വീടിന് കാര്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ കാര്യമായ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായതും അതിതീവ്രവുമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. വടക്കൻ കേരളത്തിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്നിപ്പോൾ ഓറഞ്ച് അലേർട്ടാണ്. അതേസമയം എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഡൽഹി രോഹിണിയിലും രാജസ്ഥാനിലെ അജ്മീറിലും സൂറത്തിലും കെട്ടിടങ്ങൾ തകർന്നു വീണു. മഹാരാഷ്ട്രയിൽ മഴക്കെടുതിയിൽ ഇതുവരെ 21 പേർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. റായ്ഗഡിൽ LPG പ്ലാന്റിൽ വെള്ളം കയറി. ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ മഴയും കാറ്റും മണ്ണിടിച്ചിലും വ്യാപക നാശനഷ്ടമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കിയത്. രാജ്യതലസ്ഥാനത്ത് കഴിഞ്ഞ 48 മണിക്കൂറിലധികമായി മഴ നിർത്താതെ പെയ്യുകയാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിനടിയിലായി. ഗതാഗതം തടസ്സപ്പെട്ടു. രോഹിണിയിൽ നിർമ്മാണത്തിലിരുന്ന 4 നില കെട്ടിടം തകർന്നു വീണ് ഒരാൾ മരിച്ചു. തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുകയാണ്. ഗുരുഗ്രാം, ഫരീദാബാദ് എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. രാജസ്ഥാനിൽ അജ്മീറിലും ഗുജറാത്തിലെ സൂറത്തിലും മഴയിൽ കെട്ടിടം തകർന്നു വീണ് അപകടമുണ്ടായി. മഹാരാഷ്ട്ര, ഗുജറാത്ത് മേഖലയിലെ കനത്ത മഴയിൽ റെയിൽവേ ട്രാക്കുകൾ വെള്ളത്തിനടിയിലായത് രാജ്യത്തെ ട്രെയിൻ ഗതാഗതത്തെ സാരമായി ബാധിച്ചു. കേരളത്തിലേക്കുൾപ്പെടെ സർവീസ് നടത്തുന്ന ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. നിരവധി ട്രെയിനുകൾ 20 മണിക്കൂർ വരെ വൈകിയാണ് സർവീസ് നടത്തുന്നത്. ജമ്മുകശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ 3 സംസ്ഥാനങ്ങളിൽ മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ടെന്ന് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉയർന്ന മേഖലകളിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കാനും വിനോദസഞ്ചാരികളും തീർത്ഥാടകരും അതീവ ജാഗ്രത പാലിക്കാനും നിർദ്ദേശിച്ചു. ഹിമാചൽ പ്രദേശിൽ പ്രാഥമിക കണക്കുകൾ പ്രകാരം മഴക്കെടുതിയിൽ 16 കോടിയിലധികം രൂപയുടെ നാശനഷ്ടമുണ്ടായി. മഹാരാഷ്ട്രയിൽ മഴക്കെടുതിയിൽ ഇതുവരെ 21 മരണം റിപ്പോർട്ട് ചെയ്തു. മഹാരാഷ്ട്രയിൽ അടുത്ത 24 മണിക്കൂറോടെ മഴ കുറയുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയ അറിയിപ്പ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വിഴിഞ്ഞം വിഷയത്തിൽ CPM-നുള്ളിൽ നേതൃത്വത്തിനെതിരായ ഭിന്നസ്വരം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ഓഹരി കൈമാറ്റത്തിൽ സർക്കാരിനെതിരെ പിണറായി വിജയനും MV ഗോവിന്ദനും ഉയർത്തുന്ന അഴിമതി ആരോപണം പിന്തുണയ്ക്കാതെ EP ജയരാജൻ. അദാനിയുടെ വിശദീകരണത്തിൽ കാര്യങ്ങൾ വ്യക്തമായി എന്നും ആരോപണം താൻ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും EP ജയരാജൻ പറഞ്ഞു. വിഴിഞ്ഞം പോർട്ട് MD പദവിയിൽ നിന്ന് ദിവ്യ SIയെ മാറ്റിയ വിഷയത്തിൽ KK രാഗേഷിന്റെ ആരോപണം EP ജയരാജനും KK ശൈലജയും പരസ്യമായി തള്ളിയതും പാർട്ടിക്കുള്ളിലെ എതിർശബ്ദങ്ങൾ ഒരുമിക്കുന്നതിന് തെളിവാണ്. റിപ്പോർട്ടിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. വിഴിഞ്ഞം ഓഹരി, തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ EP ജയരാജൻ പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും ഇക്കാര്യത്തിൽ CPM-ൽ വ്യത്യസ്ത നിലപാടില്ല എന്നും മുൻ തുറമുഖ മന്ത്രി VN വാസവൻ പ്രതികരിച്ചിരിക്കുന്നു. പാർട്ടിയിൽ ആലോചിച്ച് തന്നെയാണ് എടുത്ത തീരുമാനം. അന്ന് ആ ഒരു ചർച്ചയിൽ വ്യത്യസ്തമായ നിലപാട് ഉയർന്നിട്ടില്ല എന്നും VN വാസവൻ പറയുന്നു. EP ജയരാജൻ പാർട്ടി നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടൊന്നും സ്വീകരിച്ചിട്ടില്ല. ജയരാജൻ കൂടിയുള്ള യോഗത്തിലാണ് പാർട്ടി നിലപാട് ചർച്ച ചെയ്തത് എന്നും VN വാസവൻ കോട്ടയത്ത് പറഞ്ഞു.
ഇല്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ CPM-നകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നാഭിപ്രായമോ ഇത്തരം വിഷയങ്ങൾ നല്ല രൂപത്തിൽ പൊതുജനം ഇതിൻ്റെ പിന്നിൽ അണിനിരന്ന് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർത്ത് അതിനെ മറ്റു രൂപത്തിൽ ചെയ്ത് വിടാനുള്ള ശ്രമങ്ങളുമൊക്കെ പല രൂപത്തിൽ നടക്കാറുണ്ട്. പക്ഷേ EP ജയരാജൻ ഈ കാര്യത്തെ സംബന്ധിച്ചോളം ഏതെങ്കിലും ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിലേക്ക് പറഞ്ഞ് പാർട്ടി എടുത്ത നിലപാടിൽ നിന്ന് പോയതായി ഞങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നമില്ല. അദ്ദേഹം പാർട്ടി ലൈനിൽ തന്നെ നിന്നുകൊണ്ടാണ് ഇതുവരെയുള്ള കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ എല്ലാ സെക്രട്ടേറിയറ്റുകളിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയുള്ളൂ. പാർട്ടിയിൽ ചർച്ച ചെയ്തൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ നിലപാട് നിന്നുകൊണ്ടാണ് ഞങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ താഴെയുള്ള പാർട്ടിയും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു. മാരിടൈം ബോർഡ് പിരിച്ചുവിട്ടത് പ്രതിഷേധാർഹമെന്ന മുൻ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ. ഇത് നിലവിൽ തയ്യാറാക്കിയിട്ടുള്ള നിരവധി പ്രോജക്റ്റുകളെ ബാധിക്കും. CAG റിപ്പോർട്ട് നടപ്പാക്കേണ്ട ബാധ്യത ഇപ്പോഴത്തെ ബോർഡിനില്ല. പഴയ ബോർഡിനെ കുറിച്ചാണ് ഇത്തരം പരാതി ഉയർന്നത്. സ്വകാര്യ മേഖലയ്ക്ക് സമുദ്രമേഖലയെ തീരെഴുതി നൽകാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് അകാരണമായി കേരള മാരിടൈം ബോർഡിനെ പിരിച്ചുവിട്ട നടപടി യഥാർത്ഥത്തിൽ പ്രതിഷേധാർഹമാണെന്ന് മാത്രമല്ല, വിഴിഞ്ഞത്തിൻ്റെ ഓഹരികൾ വിൽപ്പന നടത്തി നമ്മൾ കാണുന്ന പോലെ മിഷൻ സമുദ്ര എന്ന ആശയത്തിൻ്റെ മറവിൽ എല്ലാം സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുക്കാൻ വേണ്ടിയുള്ള നീക്കത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ മാരിടൈം ബോർഡിനെയും പിരിച്ചുവിടാൻ ഇടവന്നിട്ടുള്ളത്. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാത്ത ആ റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. CPM-നുള്ളിൽ നേതൃത്വത്തിനെതിരായ ഭിന്നസ്വരം വിഴിഞ്ഞം വിഷയത്തിലടക്കം മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നു. ഓഹരി കൈമാറ്റത്തിൽ സർക്കാരിനെതിരെ പിണറായി വിജയനും MV ഗോവിന്ദനും ഉയർത്തുന്ന അഴിമതി ആരോപണത്തെ പിന്തുണയ്ക്കാതെ EP ജയരാജൻ അദാനിയുടെ വിശദീകരണത്തിൽ കാര്യങ്ങൾ വ്യക്തമായി എന്നും താൻ ആരോപണം ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുമാണ് EP ജയരാജൻ പ്രതികരിച്ചത്. വിഴിഞ്ഞം പോർട്ട് MD പദവിയിൽ നിന്ന് ദിവ്യ SIയെ മാറ്റിയ വിഷയത്തിൽ KK രാഗേഷിന്റെ ആരോപണം EP ജയരാജനും KK ശൈലജയും പരസ്യമായി തള്ളിയതും പാർട്ടിക്കുള്ളിലെ എതിർശബ്ദങ്ങൾ ഒരുമിക്കുന്നതിന്റെ തെളിവാണ്. തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത ആഘാതത്തിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന CPM-ൽ ഉൾപാർട്ടി രാഷ്ട്രീയത്തിന്റെ അലയൊലികൾ കേട്ടു തുടങ്ങിയെന്ന അഭ്യൂഹം നേരത്തെ തന്നെ ശക്തമാണ്. എന്നാൽ ഒരു മാസം പിന്നിട്ട് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ പ്രതിപക്ഷമെന്ന നിലയിൽ പുറത്തെടുത്ത ഏറ്റവും നിർണായക ആയുധമായ വിഴിഞ്ഞം വിഷയത്തിൽ പാർട്ടിക്കുള്ളിലെ എതിർ ശബ്ദങ്ങൾ മറനീക്കി പുറത്തു വരികയാണ്. സർക്കാരിനെതിരെ അഥവാ മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കി അദാനി ഡീലെന്ന അഴിമതി ആരോപണം പ്രതിപക്ഷ നേതാവും പാർട്ടി സെക്രട്ടറിയും ശക്തമായി ആവർത്തിക്കുമ്പോൾ CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ആരോപണം പിന്തുണയ്ക്കാൻ തയ്യാറാകുന്നില്ല. ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പേരിൽ ഒരു വിവാദത്തിലേക്ക് പോയി അതിന്റെ പ്രവർത്തനങ്ങളെ നിർജീവമാക്കുന്നത് കേരളത്തിന് ഗുണകരമല്ല. നിർണായക വേളയിൽ EP ജയരാജന്റെ ചുവടുമാറ്റം നേതൃത്വത്തിനെതിരായ ഭിന്നതയുടെ ഏറ്റവും ശക്തമായ തെളിവാണ്. അതേസമയം വിഴിഞ്ഞം വിഷയത്തിൽ സർക്കാരിനെതിരായ ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് ഉറച്ചു നിൽക്കുന്നു. അദാനി ഗ്രൂപ്പിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ പ്രതിപക്ഷത്തിനെതിരെ വില കുറഞ്ഞ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നതാണ് കാണാനിടയായി. എന്നാൽ EP ജയരാജന്റേത് എതിർ ശബ്ദമല്ല എന്നും പാർട്ടി ലൈനിൽ തന്നെയാണെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VN വാസവൻ വ്യക്തമാക്കി. അതുകൊണ്ട് അകാരണമായി കേരള മാരിടൈം ബോർഡിനെ പിരിച്ചുവിട്ട നടപടി യഥാർത്ഥത്തിൽ പ്രതിഷേധാർഹമാണെന്ന് മാത്രമല്ല, വിഴിഞ്ഞത്തിൻ്റെ ഓഹരികൾ വിൽപ്പന നടത്തി നമ്മൾ കാണുന്ന പോലെ മിഷൻ സമുദ്ര എന്ന ആശയത്തിൻ്റെ മറവിൽ എല്ലാം സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുക്കാൻ വേണ്ടിയുള്ള നീക്കത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ മാരിടൈം ബോർഡിനെയും പിരിച്ചുവിടാൻ ഇടവന്നിട്ടുള്ളത്. വിഴിഞ്ഞം പോർട്ട് MD പദവിയിൽ നിന്ന് ദിവ്യ SIയെ മാറ്റിയതിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉന്നയിച്ച ആരോപണവും EP ജയരാജൻ തള്ളി. രാഷ്ട്രീയ നേതാക്കൾ അവരവരുടെ നിലവാരം കാത്തു സൂക്ഷിക്കണം. ഇതെന്തും പറയാനുള്ള വേദിയായി രാഷ്ട്രീയത്തെ ഉപയോഗപ്പെടുത്തിയാൽ അത് ജനങ്ങളിൽ എല്ലാ രാഷ്ട്രീയത്തോടും പരിഹാസമായിരിക്കും. അതവർ മനസ്സിലാക്കണം. രാഷ്ട്രീയത്തിന്റെ പരിപാവനത കാത്തു സൂക്ഷിക്കാൻ എല്ലാ പാർട്ടിക്കാർക്കും ബാധ്യതയുണ്ട്. ദിവ്യയുടെ കാര്യത്തിൽ അതേ നിലപാട് തന്നെയാണ് KK ശൈലജയും സ്വീകരിച്ചത്. പുതിയ സർക്കാർ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലമാറ്റമുണ്ടാകുമെന്നും അത് വിവാദമാക്കേണ്ട കാര്യമില്ല എന്നുമാണ് KK ശൈലജ പ്രതികരിച്ചത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതൃത്വമെടുത്ത നിലപാടിൽ നിന്ന് ഘടകവിരുദ്ധമായി ഒരു വിഭാഗം നേതാക്കൾ രംഗത്ത് വരുന്നതിനെ CPM-നുള്ളിൽ ഉടലെടുക്കുന്ന പുതിയ വിഭാഗീയതയായി വിലയിരുത്തപ്പെടുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
സർക്കാർ അഭിഭാഷക നിയമനത്തിന് ഹൈക്കോടതിയുടെ തിരുത്തൽ. സർക്കാരിന്റെ കരട് സർക്കുലർ തിരുത്തി. സെഷൻസ് കോടതിയിൽ അഭിഭാഷകരെ നിയമിക്കുമ്പോൾ പ്രാഗൽഭ്യം കൂടി നോക്കണമെന്ന് കോടതി. സെഷൻസ് ജഡ്ജിന്റെ അഭിപ്രായം കൂടി കണക്കിലെടുക്കാനും നിർദ്ദേശം നൽകി. കേരളത്തിലെ ജില്ലാ സെഷൻസ് കോടതികളിലെ സർക്കാർ അഭിഭാഷക നിയമനത്തിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ. നിയമനത്തിൽ ജില്ലാ ജഡ്ജിയുടെ അഭിപ്രായം പരിഗണിക്കണം എന്ന സർക്കാർ ഉത്തരവിലെ പരാമർശം ജഡ്ജിയുടെ അഭിപ്രായത്തിന് പ്രാമുഖ്യം നൽകണം എന്ന രീതിയിൽ ഹൈക്കോടതി തിരുത്തൽ വരുത്തി. നിയമത്തിൽ പ്രാവീണ്യമുള്ളവരും കേസ് നടത്തി പരിചയമുള്ളവരുമാവണം വിചാരണ കോടതിയിലെ ജില്ലാ ഗവൺമെന്റ് പ്ലീഡർമാർ എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. രാഷ്ട്രീയ നിയമനമായതിനാൽ അർഹതയും പ്രവൃത്തി പരിചയവും ഇല്ലാത്ത അഭിഭാഷകർ ഗവൺമെന്റ് പ്ലീഡർമാരായി നിയമിതരാവാതിരിക്കാനാണ് കോടതിയുടെ മുൻകരുതൽ. ജില്ലാ കളക്ടർ നിർദ്ദേശിക്കുന്ന പാനലിൽ ഉള്ള അഭിഭാഷകരുടെ മുൻകാല പരിചയവും സാമൂഹിക പരിതസ്ഥിതിയും ജില്ലാ പോലീസ് മേധാവി അന്വേഷിച്ച് കളക്ടർക്ക് റിപ്പോർട്ട് നൽകണം. കളക്ടർ നൽകുന്ന പേരുകൾ ജില്ലാ ജഡ്ജിയുടെ അനുമതിയോടുകൂടിയേ സർക്കാരിന് അംഗീകരിക്കാനാവൂ. കേസ് നടത്തി പരിചയമില്ലാത്ത അഭിഭാഷകർ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേരിൽ സർക്കാർ അഭിഭാഷകരാകുമ്പോൾ കൊലക്കേസടക്കമുള്ള ഗുരുതരമായ കേസുകളിൽ പ്രതികൾ കുറ്റവിമുക്തരാകുവാൻ സാധ്യത കൂടുതലാണ്. ഇത് തടയുവാനാണ് ഹൈക്കോടതിയുടെ ശ്രമം. അമൃത ന്യൂസ്, കൊച്ചി. PSC പരീക്ഷാ ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിറങ്ങിയതിന് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘത്തെയും രൂപീകരിച്ചു. IG അജിത ബീഗം, SP സക്രിയ മാത്യു, DYSP അജയ് നാഥ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ട്. PSCയുടെ ആഭ്യന്തര വിജിലൻസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. പരാതിക്കാരുടെ മൊഴിയെടുത്തു തുടങ്ങി. PSC പരീക്ഷയുമായി ഉയർന്ന മുഴുവൻ ക്രമക്കേടുകളും അന്വേഷിക്കുമെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ എല്ലാ പരീക്ഷാ ക്രമക്കേടുകളും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിൽ വരും. SIT രൂപീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ NRI സെൽ SP സഖറിയ മാത്യൂസും DYSP അജയ് നാഥും ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കേസ് അന്വേഷണത്തിന്റെ പുരോഗതി ഓരോ 2 ആഴ്ച കഴിയുന്തോറും അറിയിക്കണമെന്ന സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണ സംഘത്തിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആസൂത്രണ ബോർഡ് ചീഫ്, KS പരീക്ഷയിലെ ക്രമക്കേട് ആരോപണങ്ങൾ എന്നിവ അന്വേഷണ സംഘം പരിശോധിക്കും. ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച് ഓഫീസർ, ഹോട്ടൽ മാനേജ്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ എന്നീ പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന പരാതികളും അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. പരീക്ഷയുമായി ബന്ധപ്പെട്ട ഫയലുകൾ PSCയിൽ നിന്ന് ആവശ്യപ്പെടും. എന്നാൽ ഫയലുകൾ നൽകണമോ എന്ന് കമ്മീഷൻ യോഗം ചേർന്ന് തീരുമാനിക്കും. ഇതിനിടെ PSC പ്രഖ്യാപിച്ച ആഭ്യന്തര വിജിലൻസും അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരം സ്വദേശിയായ പരാതിക്കാരന്റെ മൊഴിയെടുത്തു. മൂല്യനിർണ്ണയത്തിലും അഭിമുഖത്തിലും അട്ടിമറി നടന്നതായി സംശയിക്കുന്നുവെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. PSC പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് PSC യോഗം ചേരുന്ന ഹാളിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചു. PSC നിയമന വിവാദത്തിൽ ചെയർമാന്റെയും അംഗങ്ങളുടെയും രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ചോദ്യപേപ്പറുകൾ കത്തിച്ച അന്വേഷണത്തെ അട്ടിമറിക്കാനാണ് നീക്കമെന്നാണ് പ്രവർത്തകരുടെ ആരോപണം. യോഗം നടക്കുന്ന ഹാളിന് മുന്നിൽ ഉപരോധം തീർത്തവരെ സുരക്ഷാ ജീവനക്കാർ തടഞ്ഞത് നേരിയ സംഘർഷത്തിന് കാരണമായി. കൊറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. തൊഴിൽ വകുപ്പിന് ഇടപെടാനാകില്ലെന്ന കമ്പനിയുടെ വാദം ഹൈക്കോടതി തള്ളി. അതേസമയം ഇന്നും ജോലിക്കെത്തിയ ജീവനക്കാർക്ക് കമ്പനിയിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല. തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിവിധ തൊഴിലാളി സംഘടനകൾ മാർച്ച് നടത്തി. തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടി ചർച്ചയിലൂടെ പരിഹരിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം. നിലവിലെ ചട്ടങ്ങൾ പാലിച്ച് ചർച്ച നടത്തണം. സർക്കാരിന് വിഷയത്തിലിടപെടാൻ ബാധ്യതയുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. തൽസ്ഥിതി തുടരണമെന്ന ജില്ലാ ലേബർ ഓഫീസറുടെ ഉത്തരവ് നിർബന്ധിത ഉത്തരവല്ലെന്നും കോടതി പറഞ്ഞു. നാളെയാണ് സ്ഥാപനത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും തൊഴിൽ മന്ത്രിയുമായുള്ള ചർച്ച. തിങ്കളാഴ്ച നടക്കേണ്ടിയിരുന്ന ചർച്ച കമ്പനി അധികൃതരുടെ അസൗകര്യം മൂലം മാറ്റുകയായിരുന്നു. അതേസമയം ഇന്നും കമ്പനിയിലെത്തിയ ജീവനക്കാർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല. തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടിയിൽ പ്രതിഷേധിച്ച് CITUയും INTUCയും ഇന്ന് കൊറോ ഹെൽത്തിലേക്ക് മാർച്ച് നടത്തി. ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത മുൻ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. ഒരു സ്ഥാപനം അടച്ചുപൂട്ടണമെങ്കിൽ ഗവൺമെന്റ് മുൻകൂർ അനുവാദം വാങ്ങണമെന്നാണ് നിയമത്തിൽ പറയുന്നത്. ഈ സ്ഥാപനം ഗവൺമെന്റ് മുൻകൂർ അനുവാദം വാങ്ങാതെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നടപടി വരുന്ന തൊഴിലാളികളെ പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയ ശേഷം അവരെ പറഞ്ഞു വിടുക എന്നുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതൊന്നും തൊഴിൽ നിയമങ്ങളിൽ പറയുന്ന കാര്യം മാത്രമല്ല, തൊഴിലാളി വിരുദ്ധ നടപടി കൂടിയാണ്. നാളെ നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷവും തൊഴിലാളികളെ ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ
സമരം ശക്തമാക്കുമെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖർ വ്യക്തമാക്കി. രാവിലെ ജോലിക്ക് വന്ന് സീറ്റിലിരുന്നു, സന്തോഷമായി കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുന്നു, തലേ ദിവസത്തെ കാര്യങ്ങളെല്ലാം സിസ്റ്റം നോക്കുന്നു. 1 മണിക്കൂർ കഴിയുമ്പോൾ അവരെല്ലാം പിരിച്ചുവിട്ടതായി ഒരു അനൗൺസ്മെന്റ് വരുന്നു. നമുക്ക് ആർക്കെങ്കിലും അംഗീകരിക്കാൻ കഴിയുമോ? അപ്പോൾ ലോകത്ത് മനുഷ്യന് അംഗീകരിക്കാൻ കഴിയാത്ത കിരാതമായ ഒരു നടപടി. അമൃത ന്യൂസ്, കൊച്ചി. ഇന്ത്യ ഓസ്ട്രേലിയ നിർണായക വ്യാപാര പ്രതിരോധ സാമ്പത്തിക സഹകരണ കരാർ യാഥാർത്ഥ്യമായി. രാജ്യത്തിന്റെ ആണവോർജ്ജ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഓസ്ട്രേലിയ ഇന്ത്യയ്ക്ക് യുറേനിയം കൈമാറും. മെൽബണിൽ മുൻനിര വ്യവസായികളുമായി കൂടിക്കാഴ്ച നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രവാസി സമൂഹത്തെയും അഭിസംബോധന ചെയ്തു. അടുത്ത 20 വർഷത്തിനുള്ളിൽ ആണവോർജ്ജ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിക്ക് കൂടിയാണ് കരാർ അടിത്തറയാകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ യുറേനിയം ശേഖരമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഓസ്ട്രേലിയ. അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസിയുടെ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സമാധാനപരമായ ആവശ്യങ്ങൾക്കായി മാത്രമായിരിക്കും ഓസ്ട്രേലിയയിൽ നിന്നുള്ള യുറേനിയം ഇന്ത്യ ഉപയോഗിക്കുക. കൂടുതൽ വളരുക, കൂടുതൽ നേടുക എന്ന ചിന്താഗതിയാണ് പുതിയ ഇന്ത്യയെ നയിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തിന്റെ ബഹിരാകാശ പരിപാടി ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ആഗോള ബഹിരാകാശ ശക്തി എന്ന നിലയിൽ ഇന്ത്യ അതിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിന് ഇടയിൽ ഗഗൻയാൻ മനുഷ്യ ബഹിരാകാശ യാത്രാ ദൗത്യത്തിനുള്ള തയ്യാറെടുപ്പുകളും നടക്കുന്നുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാസ്പോർട്ടുകൾ നോക്കാതെ ഇന്ത്യ മനുഷ്യരാശിയെ സഹായിക്കുന്നുവെന്നും മോദി പറഞ്ഞു. ഇന്ത്യയുടെ സാങ്കേതിക പുരോഗതിയും ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങളുടെ വികാസത്തെക്കുറിച്ചും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഓസ്ട്രേലിയൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചായിരുന്നു പ്രധാനമന്ത്രി പ്രത്യേകം എടുത്ത് പരാമർശിച്ചത്. ऑपरेशन सिंदूर के दौरान डेमो तो देख ही लिया होगा. धमाके आतंकियों के अड्डों पर हो रहे थे. വ്യാപാര പ്രതിരോധ സാമ്പത്തിക മേഖലകളിൽ സഹകരണം കൂടുതൽ ശക്തമാക്കാനാണ് ഓസ്ട്രേലിയൻ നീക്കം. ഓസ്ട്രേലിയൻ സന്ദർശനത്തിനിടെ മോദി മുൻനിര വ്യവസായികളുമായി ആദ്യം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഓസ്ട്രേലിയയിലെ ജീവനക്കാരുടെ പെൻഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന പ്രമുഖ കമ്പനിയായ ഓസ്ട്രേലിയൻ സൂപ്പർ ഇന്ത്യയിൽ 2800 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്നും പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത TV.